കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യാനെറ്റ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇതാണ് വിഷയം. ശരീരപുഷ്ടിയും സൗന്ദര്യം നശിപ്പിക്കുന്ന നാവ് ദൃഷ്ടിദോഷ പരിഹാരം. നാവേറ് കണ്ണേറ് എന്നൊക്കെ പറഞ്ഞാൽ അറിയാൻ വയ്യാത്തവരായിട്ട് ആരും തന്നെ കാണത്തില്ല, അല്ലേ? ഒരാൾക്ക് ദോഷം വരണമെന്ന് സങ്കല്പിച്ച് മാത്രമല്ല നാവേർ ദുരിതം വരുന്നത്. ഒരാൾ അറിയാതെ പോലും ചിലപ്പോൾ നാക്കെ ഗുളിക നിൽക്കുന്ന സമയത്തായിരിക്കും. സാധാരണ ഈ കരുനാക്കൊന്നും ഇല്ലാത്ത ആൾക്കാരും നാക്കെ ഗുളിക നിൽക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. ആ സമയത്തൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഫലിക്കുന്നൊരവസ്ഥയുണ്ട്. അതിനെ ആയാലും അല്ല, കരുനാക്കുള്ളവർ പറയുന്നതിനെ കരിമ്പൂരാടെന്നൊക്കെ പറയും, രാത്രി ജനിക്കുന്നവരൊക്കെ. അങ്ങനെയുള്ളവരൊക്കെ പറയുന്നത് പെട്ടെന്ന് ഫലിക്കുന്നൊരവസ്ഥ കണ്ടുവരാറുണ്ട്. അതിനെയൊക്കെ നാവേർ ദോഷം എന്നൊക്കെ പറയാറുണ്ട്. ചിലരൊക്കെയാണെങ്കിൽ നല്ലൊരു വാഴ വിളിച്ച് നിൽക്കും, ചുമ്മാ നോക്കിയിട്ട് കൊള്ളാമല്ലോ വാഴ, ചുമ്മാ ചിലപ്പോൾ അവർക്ക് മനസ്സിലൊന്നും വെച്ചുകൊണ്ടായിരിക്കത്തില്ല, ചുമ്മാ അവർ പറഞ്ഞ് പിറ്റേ ദിവസം ആ വാഴ ഒടിഞ്ഞ് താഴെ കിടക്കും. അതിലെ കാവലും ഉപകാരപ്പെട്ടു എന്ന് വരത്തില്ല. അപ്പോൾ അതൊക്കെ നാവേർ കണ്ണേർ വിഷയത്തിലൊക്കെ പെടുന്നത് തന്നെയാണ്. ചിലരാണ് നല്ലൊരു വസ്ത്രം ധരിച്ചിരിക്കുക, ഉടുപ്പ് കൊള്ളാമല്ലോ, പിറ്റേ ദിവസം ആ ഉടുപ്പ് അങ്ങ് പിഞ്ചി പോവും. ആ ഒരവസ്ഥ ഉണ്ടായേക്കാം. അപ്പം അങ്ങനെ നാവ് ദോഷമായാലും ദൃഷ്ടിദോഷമായാലും അറിഞ്ഞോ അറിയാതെ വരുന്ന എല്ലാവിധ നാവ് ദൃഷ്ടിദോഷങ്ങൾക്കും പരിഹാരമുണ്ട്. അപ്പം അതിൽ ഒന്നാമത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാവേർ ദൃഷ്ടിദോഷമൊക്കെ ആദ്യം വന്നു കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും ചെയ്യുന്നതുവാ, കടുകും ഉപ്പും മുളകും എടുത്ത് 3 പ്രാവശ്യം വീതം ഒഴിഞ്ഞിട്ട് 21 ദിവസം സന്ധ്യയ്ക്ക് ഒഴിഞ്ഞ് ഒന്നുകിൽ വിറകടുപ്പുണ്ട്, വിറകടുപ്പിൽ ഇല്ലെങ്കിൽ ചില പേപ്പർ കത്തിച്ചിട്ട് അതിലിടും, അല്ലെങ്കിൽ നമ്മുടെ വസ്തുവിനെ പുറത്ത് ആർക്കും ഉപദ്രവം ഉണ്ടാകാത്ത രീതിയിൽ നിക്ഷേപിക്കും, അല്ലേ? രണ്ടാമത് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കർപ്പൂരം 3 ചില്ല്, ചെറിയ ചില്ല് കർപ്പൂരം എടുത്തിട്ട് തലയ്ക്ക് 3 പ്രാവശ്യം ഇത് ഒഴിഞ്ഞിട്ട് ആ ഒഴിയുന്ന അവിടെ തന്നെ കൈ വെച്ചത് അങ്ങ് പൊടിക്കണം. പൊടിച്ചിട്ട് പേപ്പർ കത്തിച്ച് അതിലോട്ട് ഇട്ട് കത്തിച്ച് കളയുക. ഇനി അടുത്ത ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുക്കുറ്റിയുടെ പൂവുണ്ട്, മഞ്ഞ പൂവുണ്ട്, ആ പൂവ് മാത്രം എടുത്തിട്ട് അത് അതിൻ്റെ കൂടെ തന്നെ തൊട്ടാവാടി ഇല അതും എടുത്തിട്ട് ഒരു പാണലില ഇത് 3 എടുത്തിട്ട് നമ്മുടെ തലയ്ക്ക് 3 പ്രാവശ്യം, വയറിന് 3 പ്രാവശ്യം, മുടി തൊട്ട് നഖം വരെ ഫുള്ളായിട്ട് 3 പ്രാവശ്യം, ഇത്രയും പ്രാവശ്യം ഒഴിഞ്ഞിട്ട് നമ്മുടെ വലത്തെ മൂക്ക് അടച്ച് ഇടത്തെ മൂക്കിലെ ശ്വാസം കൂടെ വീഴ്ത്തിയിട്ട് നല്ലോണം കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കകത്ത് അതൊരു 13 ദിവസമായിട്ട് അത് ചെയ്യാവുന്നതാണ്. പിന്നെ ചെയ്യാവുന്നൊരു കാര്യമാണ്, നമുക്കിത് ഏക്കാതിരിക്കാനായിട്ട് വീരഹനുമത് യന്ത്രം ധരിക്കാം, മഹാനൃസിംഹ യന്ത്രം ധരിക്കാവുന്ന പരിഹാരമാണ്. പിന്നെ ദൃഷ്ടിദോഷം ഏക്കാതിരിക്കാൻ മഹിഷമർദ്ദിനി യന്ത്രം എന്ന് പറയുന്ന യന്ത്രമുണ്ട്. ഇതൊക്കെ ദൃഷ്ടിദോഷങ്ങൾ, നാവേർ ദോഷങ്ങളൊക്കെ ഏൽക്കാതിരിക്കാൻ ധരിക്കാവുന്ന യന്ത്രങ്ങളൊക്കെയാണ്. ഇതൊക്കെ ധരിക്കാം. ഒരുപാട് ദൃഷ്ടിദോഷമൊക്കെ മുഖേന ചേരാണെങ്കിൽ ശരീരത്തിന് ഭയങ്കര തളർച്ച പോലെയൊക്കെ വന്ന്, ഈ ആശുപത്രി ഇപ്പോൾ നമുക്ക് തളർവാദമോ അല്ലെങ്കിൽ തളർച്ചയോ വേറെ വിഷയങ്ങളൊന്നും കാണത്തില്ല, പക്ഷെ ശരീരം മൊത്തം തളർച്ച പോലെ, ഇടിച്ചു വീഴുന്ന പോലെ വേദനയാണ്. ഇങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ പറഞ്ഞ യന്ത്രങ്ങളൊക്കെ തന്നെ പൂജയായിട്ടും ചെയ്യാവുന്നതാണ്. പൂജയായിട്ട് ചെയ്ത് ആ പറഞ്ഞ ശാരീരിക ബുദ്ധിമുട്ടുകളെയൊക്കെ നമുക്ക് അതാത് പ്രതിമകളിൽ, ഇപ്പം അതികഠിനമായ രോഗമൊക്കെ ആയിട്ട് നിൽക്കുന്നവരാണെങ്കിൽ ഇരുമ്പ് ചട്ടിക്കകത്ത് ശുദ്ധമായിട്ടുള്ള എള്ളെണ്ണ, ഒരു നുള്ള എള്ള് ഒക്കെ ഇട്ട് ആ രോഗം അല്ലെ ആ ഒരു നാവ് കണ്ണ് ദോഷങ്ങൾ, നാവ് ദൃഷ്ടി ദോഷങ്ങളൊക്കെ ആ രോഗാവസ്ഥ അതിലേക്ക് പകർത്തിയിട്ട് നമുക്ക് നിത്യം സന്ധ്യാവനാദി കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന പ്രായമുള്ള ഏതെങ്കിലും ബ്രാഹ്മൺസിന് ദാനമായിട്ട് ഒരു ദക്ഷിണയും വസ്ത്രവും സഹിതം കൊടുത്ത് അവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജപസിദ്ധിയിലൂടെ അദ്ദേഹത്തിനുള്ള ദോഷം അങ്ങ് മാറിക്കോളും, നമ്മുടെ വിഷയം അതിലോട്ട് മാറിക്കോളും. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ക്രിയകൾ നാവേറ് കൊണ്ടും ദൃഷ്ടിദോഷം കൊണ്ടും കണ്ണുദോഷം, രാഹുദോഷം ഇങ്ങനെയുള്ളവയെല്ലാം നമുക്ക് മാറ്റിയെടുക്കാവുന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.